ഗിയർ ഫസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ ബ്രേക്കുമ്പോൾ കാല് വയ്ക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, പതുക്കെ ക്ലച്ചിന് കാലെടുക്കുക. ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല. ഈ രീതിയിൽ വണ്ടി പോകും. ഇത് ഗിയർ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്ര ഉള്ളൂ ഗിയർ. ഒരു ബലം പിടിക്കുകയോ ഒന്നും വേണ്ട. ഒരേ ഇതിലേക്ക് ഉണ്ട്. ഇത്രയും സോഫ്റ്റായിട്ട് വിടും. ഒരു പ്രശ്നമില്ലാതെ ഗിയർ വിടും. നോക്കിയോ എത്രത്തോണ്ട് പ്രഷർ ഞാൻ കൊടുക്കുന്നത് എൻ്റെ കൈമ നോക്കി ഒന്ന് കാണിച്ചത്. ഇത് നോക്കി ഒന്നുകൂടി കാണിച്ചു തരാം. ഗിയറിൻ്റെ വിലക്ക് നോക്കിയോടാണ് ഫസ്റ്റ് ഇട്ടു. വണ്ടി നീങ്ങണു. ഇത് ഞാൻ ഈ വിരലുകൊണ്ടാണ് പറഞ്ഞേ. എത്രത്തോണ്ട് വില ഞാൻ കൊടുത്തിട്ടുണ്ടാവും? ഒരു വിരലുകൊണ്ട് നമുക്ക് എത്രത്തോണ്ട് വില കൊടുക്കും? അത്രയും വില മതി. ഇത്ര ഉള്ളത് അത്രയും സിമ്പിളാണ്. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഇടണം. പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടണം. നിങ്ങളല്ലാതെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം. ഇപ്പം ഗിയർ 3 എടുത്ത് ഇതാ 4ക്ക് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരിക, ഈ സൈഡിലേക്ക് നീക്കുക, ഇങ്ങോട്ട് ഇടുക. ഇതേമാതിരി നിങ്ങൾ 4-ന്ന് 3ലേക്ക് ഇടുമ്പോഴും ഇതിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ സൈഡിലേക്ക് നീക്കി ഇങ്ങോട്ട് ഇടുക. അത് നിങ്ങൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കരുത്. ഇത് ലൂസാക്കിയിട്ട് തട്ടണം. എന്നിട്ട് അടുത്തേക്ക് സിമ്പിളായിട്ട് വിടും. ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയിട്ട് സെക്കൻഡിലേക്ക് ഇടണമെങ്കിലും ഒരു കുഴപ്പമില്ല. ഫസ്റ്റിലേക്ക് ഇടാൻ മാത്രമേ നല്ല സ്ലോ ആവുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് വണ്ടി അങ്ങനെയല്ല. ഫസ്റ്റിലേക്ക് ഇടുന്നത് നല്ല സ്ലോ ആണ്. നേരിട്ട് പിടിച്ച് തള്ളാൻ പറ്റില്ല. ഇത്രയും സോഫ്റ്റായിട്ട് നിൽക്കണം. ഒരു പ്രശ്നമില്ല. നോക്കിയോ 4 ഇട്ടു 5 ഇങ്ങനെ ഈ ചെറിയറിലുണ്ട്. എനിക്ക് എത്ര ബലം കൊടുക്കാൻ പറ്റും നോക്കുന്നു. അത്ര സിമ്പിൾ അതിൻ്റെ ഗിയർ. മറ്റുള്ള വണ്ടികളെ പോലെ ഈ ഗിയർ നല്ല സോഫ്റ്റാണ്. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് എടുക്കാം.